ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ ആണ്. നല്ലൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. ഗാർഡനിൽ നിറച്ചും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റും കൂടിയാണ് ഈ ഒരു ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ. വളരെ ലോ മെയിൻ്റനൻസ് ഉള്ളൊരു ചെടിയാണ്. മെയിനായിട്ട് 2 കളർ വേരിയേഷൻസിലാണ് ഈ ചെടി കാണുന്നത്. ഒന്ന് ഇതുപോലെ തന്നെ വൈറ്റ് കളറിലും ഒന്ന് അതുപോലെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡുമാണ്. നമ്മളുടെ അടുത്ത് ഈ ഒരു കളറാണ് ഇപ്പോൾ ഉള്ളത്. നല്ലൊരു ഓഫ് വൈറ്റ് കളറും അതുപോലെ തന്നെ നല്ലൊരു റെഡ് കളറുമാണ് ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നത്. ഈ ഒരു കളർ വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ഏത് തരത്തിലും ഈ ഒരു ചെടി സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ ചെറിയൊരു പോട്ടിൽ ബുഷിയായിട്ട് വളർത്താനൊക്കെ പറ്റിയൊരു ചെടി കൂടിയാണ് ഈ ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ. വളരെ പെട്ടെന്ന് തന്നെ പ്രൂൺ ചെയ്ത് ഒരുപാട് ചില്ലകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചെടി കൂടിയാണ്. ഒരുപാട് കെയറോ അതുപോലെ തന്നെ വളപ്രയോഗമോ ഒന്നും വേണ്ടാത്ത തന്നെ ഒരു ചെടി കൂടിയാണ് ഈ ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കമ്പ് നട്ടിട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മെയിനായിട്ട് ഈ വൈറ്റ് കളറിലുള്ള ഈ ഒരു പൂവിന് ഹാർട്ട് ഷേപ്പ് പോലെയാണ്. അതുകൊണ്ടാണ് ഇതിനൊരു ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ എന്നുള്ള പേരും കൂടി വന്നിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു ചെടിയാണ്. ഇപ്പം നമുക്ക് ഇതുപോലെ തന്നെ നഴ്സറികളിലൊക്കെ സുലഭമായിട്ട് വാങ്ങാൻ കിട്ടുന്നുമുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചെറിയൊരു കമ്പ് നട്ടിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഓരോ പ്രാവശ്യം പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് ചില്ലകൾ ഉണ്ടായി വരുന്നതായിരിക്കും ഇതിന്. അപ്പോൾ നമ്മൾ അങ്ങനെ കമ്പ് നട്ടിട്ട് ഉണ്ടാക്കിയെടുത്തുള്ളൊരു പോട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിപ്പം ഏകദേശം നട്ടതിന് ശേഷം ഒരു മാസമായിട്ടുണ്ടാവും, ഒരു 3 ആഴ്ചയായിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ചെടി നന്നായിട്ട് പിടിച്ചു പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങി. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ പോട്ടിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്തിട്ടാണെങ്കിൽ ബുഷി പോലെ വളരുന്നതാണ്. പോട്ടല്ല, ഇതുപോലെ തന്നെ ഇതിപ്പം നമ്മൾ കുഴിച്ചിട്ടിട്ടുള്ളത് നമ്മുടെ മുറ്റത്ത് കുഴിച്ചിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് വള്ളി പോലെ വളർന്നുകൊണ്ട് നമ്മളൊരു ഒരു കുറ്റി വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഉള്ളൂ, അതായത് പൂവിൻ്റെ ഈ ഒരു ചില്ലയുടെ നല്ല അറ്റത്തേക്കാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. അപ്പം വള്ളി പോലെ ആകുമ്പോൾ ഈ ചെടി ഒരു സപ്പോർട്ട് ഇല്ലാതെയാവും. അപ്പോൾ നമ്മൾ നിലത്ത് മണ്ണിലൊക്കെയാണ് ചെടി കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു കമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്താവുന്നതാണ്. അപ്പോൾ ഒരു ക്ലൈംബിംഗ് പ്ലാന്റ് ആയിട്ടോ ക്രീപ്പർ പ്ലാന്റ് ഒക്കെ ആയിട്ട് നമുക്ക് വളർത്താവുന്നതാണ്. ഓരോ പ്രാവശ്യം പൂവിട്ട് കഴിഞ്ഞാലും ഒരു 2 ആഴ്ച വരെ ഈ ഒരു പ്ലാന്റിലെ പൂവ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പൂവിട്ട് കഴിഞ്ഞ് ഇത് കരിഞ്ഞു പോവാറാണ് പതിവ്. ആ ഒരു 2 ആഴ്ച കഴിഞ്ഞ് കരിഞ്ഞു പോകുന്ന സമയത്ത് ഈ പൂവുണ്ടാകുന്ന 2 ഇഞ്ച് ബാക്കോട്ട് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് പുതിയ ചില്ലകൾ ഉണ്ടാകുകയും അവിടെ നിന്നൊക്കെ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. നമ്മൾ പോട്ടിലൊക്കെ നട്ടു കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പോട്ടിൽ വെള്ളം കെട്ടിക്കിടന്നാലും ഈ ചെടിക്ക് ഇതുപോലുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ മഴക്കാലത്തും ഈ ഒരു ചെടിയിൽ നല്ലോണം പൂക്കൾ ഉണ്ടാകുന്നതാണ് വേറൊരു പ്രത്യേകത. ആകെ ഒരു വേനൽക്കാലത്ത് 1-2 മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ചെടിയിൽ പൂവിടാത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ സമയത്തും നല്ലോണം പൂക്കൾ തരുന്നൊരു ചെടി കൂടിയാണ്. ഗാർഡനിലൊക്കെ എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഈ ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ചെടി ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, കട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പുതിയ ചില്ലകൾ വന്നിട്ടുണ്ട്. നല്ല തളിരില പോലെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിതുപോലെ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വളർത്തിയെടുത്താൽ മതി. ചട്ടിയിലൊക്കെ നടുമ്പോഴാണ് ബുഷിയായിട്ട് വളർത്തുന്നതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. നമ്മളങ്ങനെ ബുഷിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് 2-3 ചെറിയ കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഒരു പോട്ടിൽ വെച്ച് കൊടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് നമ്മൾ കുറച്ച് പോട്ടും അതുപോലെ തന്നെ പോട്ടി മിക്സും എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ ഗാർഡനിങ് സോയിൽ അതുപോലെ തന്നെ ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലൊരു ഷെയ്ഡുള്ള ഏരിയയിൽ വെക്കാം. ഒരു 2 ആഴ്ച 3 ആഴ്ചത്തോളം നല്ലൊരു ഇൻഡയറക്റ്റ് വെയിൽ കിട്ടുന്നൊരു സ്പോട്ടിൽ വേണം ഈ ഒരു പോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ചില്ലയൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ മുന്നേ കാണിച്ചതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലൊരു ഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ സ്പോട്ട് ചെയ്യാവുന്നതാണ്. മുറ്റത്ത് തന്നെ വെച്ച് കൊടുക്കുന്നത് തന്നെ നല്ല ലൈറ്റ് കിട്ടുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ലാത്തൊരു ചെടിയാണ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റും അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് വേനൽക്കാലത്ത്. ഇതുപോലുള്ള ഒരു ലോ മെയിൻ്റനൻസ് കൊണ്ട് തന്നെ ഇതുപോലെ ഒരുപാട് ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. നമ്മുടെ മതിൽക്കലും വേലിക്കെട്ടിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ എന്ന് പറയുന്നത്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് ഷേപ്പിലും വേണമെങ്കിൽ വളർത്തിയെടുക്കാവുന്നതാണ്. നമ്മുടെ വീടിൻ്റെ എൻട്രൻസിലൊക്കെ നല്ല ആർച്ച് ഷേപ്പിൽ
വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മളെ വീടിനും ഒക്കെ ഒരു രസമായിരിക്കും. ചില വീടുകളിലൊക്കെ ഇത് നല്ലൊരു പന്തൽ പോലെയൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ചെടി ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഈ രീതിയിലൊക്കെ നിങ്ങൾക്കിത് സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് ഗാർഡനിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടുപ്രദേശത്ത് കാണുന്നതും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെടികളുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു ചെടിയുടെ വിശേഷമായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.